ഈ സാധനങ്ങൾ കണ്ടിക്കണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് സാധനമായിരുന്നു എത്തിക്ലോ ഫേസ് വാഷ്. അവരെ കോൺഫിഡൻറ്റ് കണ്ട പ്രൊഡക്റ്റിൻ്റെ മുകളിൽ തന്നെ അവർ എഴുതിയിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ് ആൻഡ് ഡീപ്പ് ക്ലീൻസിങ് ഫേഷ്യൽ ഫോം. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ അവർക്കുള്ള വിശ്വാസമാണ് തെളിയിക്കുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും രണ്ട് കമ്പനിയാണ്. അതൊക്കെ ശ്രദ്ധിക്കണവർക്ക് അറിയാമില്ല, അല്ലെങ്കിൽ എന്തും കണ്ടിട്ട് മുഖത്ത് വാരി തേക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സൈമോ കോസ്മെറ്റിക് പറഞ്ഞ ഗുജറാത്തിലുള്ള കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യണത്. ഇത് മാർക്കറ്റ് ചെയ്യണത് എത്തിനെക്സ്റ്റും അവർ മദർ കമ്പനി ആയിട്ടുള്ള യുബിക്സിൻ്റെ ഡിവിഷനാണ് എത്തിനെക്സ്റ്റ്. സൈമോ കോസ്മെറ്റിക്സ് ഒരുപാട് കോസ്മെറ്റിക്സ് മാനുഫാക്ചർ ചെയ്തിട്ട് ഇതേമാതിരി വേറെ കമ്പനി ഓർഡർ അനുസരിച്ചിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് അവർ പറയുന്ന പേരിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സൈമോ കോസ്മെറ്റിക്സ്. അവരുടെ ലിപ്സ് ലൈറ്റ് പറഞ്ഞിട്ടൊക്കെ ഒരു ക്രീമുണ്ട്. പിന്നെ ഈ എത്തിഗ്ലോടെ തന്നെ ഫേസ് സെറുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അവർക്ക്. പല കമ്പനിക്കാരും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ് സൈമോ കോസ്മെറ്റിക്സ്. അതുകൊണ്ട് 2009 സ്ഥാപിതമായ കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. MRP 260 ഫോർ സെയിൽ ഇൻ കേരള ഓൺലി. അതെന്താ കേരള ഓൺലി എന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ GST വന്നതിന് ശേഷം കേരള തമിഴ്നാട് എന്നൊന്നുമില്ല, എല്ലാതും കൂടി ഒറ്റ റേറ്റാണ്. ഫോർ സെയിൽ ഇൻ കേരള ഓൺലി. എന്തെങ്കിലും ചിലപ്പോൾ കമ്പനിക്കാർ ചിലപ്പോൾ ഇനി വേറെ സ്റ്റേറ്റിൽ വില കുറച്ച് വിൽക്കുന്നുണ്ടോ, ഇനി വില കൂട്ടി വിൽക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ശരിക്കും ഇങ്ങനെയൊന്നും കൂടുതൽ കണ്ടിട്ടില്ല. നമ്മളെ കൃഷ്ണ തുളസിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ 60, തമിഴ്നാട്ടിൽ 70 എന്നൊക്കെ കൃഷ്ണ തുളസി, അതേമാതിരി ഏലാദി അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇനി അതേമാതിരി എന്തെങ്കിലും ആണോ അറിയില്ല. നമുക്കിതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു പ്രീമിയം പാക്കിംഗ് ആണ്, ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള പാക്കിംഗ് ആണ്. ഇത് ലേഡീസ് മെൻസ് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് മാർക്ക് ചെയ്തില്ല. അതായത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണതാണ്. പിന്നെ ഇതിൽ എന്താണ് ഇവർ കൂടെ ഇരിക്കുന്നത്, ലൈക്ക് ദിക്കോ മേക്ക് ഇറ്റ് ഒഫീഷ്യൽ. അതായത് ഇവരെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലേക്കും നിങ്ങളത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഇത് ടാഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ അവരെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് എ ഡീപ്പ് ക്ലീനിങ് ഫേസ് വാഷാണത്. അതായത് ഒട്ടുമിക്ക എല്ലാ കെമിക്കൽസും ഇതിലുണ്ടാവും. അല്ലാതെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഇത് നടക്കൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ കെമിക്കൽസും ഉണ്ടാവും. ഗ്ലൈക്കോളിക് ആസിഡ് പറഞ്ഞാൽ ഒരു കെമിക്കലാണ്. അതിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ സ്കിന്നിൻ്റെ കളർ ചേഞ്ചിങ് ആണ്. അപ്പോൾ അതേമാതിരി എല്ലാ കെമിക്കലും ഉണ്ടാവും. കെമിക്കൽസ് ഉണ്ട് വെച്ചിട്ട് ഒരിക്കലും അൺഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അൺഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇൻഗ്രീഡിയൻസ് നോക്കുക. വെള്ളം, എന്താണ് സ്റ്റീറിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, കൊജിക് ആസിഡ്, EDTA, വൈറ്റമിൻ C, വൈറ്റമിൻ ലാക്റ്റിക് ആസിഡ് എല്ലാവരും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ കെമിക്കൽസും ഉണ്ട്. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം എഴുതിയിരിക്കണേ. ഇത് ഉപയോഗിക്കേണ്ട രീതിയാണ്. 2 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. 3 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ 3 പ്രാവശ്യം ഉപയോഗിക്കാം. കഴുത്തേക്ക് ഇറക്കിയിട്ട് ഉപയോഗിക്കണം, അങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഈ സാധനം ഡോക്ടർമാർ എഴുതൽ വളരെ കുറവാണ്. ഇത് കൂടുതൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബ് ഈ കൂടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് വന്ന് മേടിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ സെയിം സാധനം തന്നെ ഡോക്ടർമാർ എഴുതുന്ന വേറെയും ബ്രാൻഡുകളുണ്ടായി. ഡെർമാഡിയോ ഫേസ് വാഷ്, അഹാഗ്ലോ എസ്, അഹാഗ്ലോ പ്ലെയിന്, ഡെർമാഡിയോ അഗ്നി, അങ്ങനെ വേറെ കുറേ ഫാർമസിക്കൽ കമ്പനി, അത് ലീഡിങ് ഫാർമസി കമ്പനികളെ ഒരുപാട് ഫേസ് വാഷുകളുണ്ട്. H&Hൻ്റെ, ഡോക്ടർ റെഡ്ഡീസിൻ്റെ, ടോറൻറ്റിൻ്റെ. പക്ഷെ അതിനെക്കാട്ടി സെയിൽ ഇപ്പോൾ ഇതിനാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വഴിയുള്ള സെയിലാണ് ഇപ്പോൾ ഇതിൽ കൂടുതൽ. ഇതിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് ഇത് സൗജന്യമായിട്ട് കമ്പനി അയച്ചു കൊടുത്തിട്ട് അവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണം എന്താണെന്ന് നമുക്കറിയില്ല. ഇത് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് അറിയുള്ളൂ. ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളൂ. കാരണം നമുക്കൊരു ഷോപ്പിലൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുള്ളൂ. എക്സ്പീരിയൻസ് ഷോപ്പിൽ വരുമ്പോൾ ആരെങ്കിലും എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോ ആക്കിയിട്ടിടാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തൊട്ടടുത്തുള്ള ഫാർമസിയിൽ നിന്ന് മേടിക്കുക. 260 റുപ്യാണ് MRP. ഇതിൻ്റെ യൂസ് ചെയ്ത ഒരുപാട് ലേഡീസും മെൻസിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. ലേഡീസ് മെൻസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇത് ലേഡീസിന് മാത്രമായിട്ടുള്ളതല്ല, മെൻസിനത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.